Hi, Namaste, welcome back viewers, welcome back to my channel WinTrader. Confirm signal, fake signal നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ലൈവ് പെർഫോമൻസ് തന്നെ കാണിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മോർണിംഗിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് തന്നെ നമുക്ക് രാവിലെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന സെല്ല് നമുക്ക് ആക്ച്വലി ഒരുപാട് മാർക്കറ്റ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഡൗണിലേക്ക് പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് എഗെയിൻ ആയിട്ട് നമുക്ക് തിരിച്ചു കയറുമായിരുന്നു. അത് തിരിച്ചു കയറി ആ ഒരു ബൈ ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് തന്ന ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് 346 അത്രയും പോയിൻറ്റോളം നമുക്ക് ആക്ച്വലി മാർക്കറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 7th September. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രേക്ക്ഔട്ട് ട്രേഡ് തന്നെ നമുക്ക് മോർണിംഗിൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് സെല്ല് പോയത് റിവേഴ്സ്, അതായത് സെല്ലൊരു കൺഫേം ട്രേഡ് അല്ല, അവിടെ ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യണം. അപ്പോൾ ആ സെല്ല് നോക്കുകയാണെങ്കിൽ ആ പോയിന്റിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 100 പോയിൻറ്റ്സോളം ഡൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടുന്ന് ഷോർട്ടിൽ എക്സിറ്റ് ചെയ്യണോ ലോങ്ങിലേക്ക് കുറച്ചുകൂടെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ആക്ച്വലി നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് അറിയണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പോയിന്റ് എടുത്തിട്ട് നമ്മൾ എക്സിറ്റും ചെയ്യും, നമുക്ക് ആക്ച്വലി അത് കഴിഞ്ഞിട്ടായിരിക്കും മാർക്കറ്റ് നല്ല രീതിയിലേക്ക് കയറുന്നത്. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ ട്രേഡ് തന്നെ 355 പോയിന്റുകൾ അടിച്ച് കയറും നമുക്ക് ആക്ച്വലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം അപ്പോൾ എത്രത്തോളം ഹോൾഡ് ചെയ്ത് വെക്കണം. ചിലപ്പോൾ നമ്മൾ ആക്ച്വലി 100 പോയിന്റ്സിൽ എക്സിറ്റ് ചെയ്യും, പക്ഷേ ഇത്രയും പോയിന്റ് പ്രോഫിറ്റ് നമുക്ക് ആക്ച്വലി നേടാൻ സാധിക്കും. അത് നമ്മുടെ സോഫ്റ്റ്വെയറിൽ വിൻട്രേഡറിൻ്റെ നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വരുന്ന കൺഫർമേഷൻ വരുന്ന ചെക്ക് ചെയ്യുന്ന ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ സിഗ്നൽസ് അതായത് കൺഫേം സിഗ്നലാണോ ബ്രേക്കൗട്ട് ഒരുപാട് പോകാൻ സാധ്യതയാണോ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരു ലൈവ് സെക്ഷനായിട്ട് നിങ്ങൾ സ്വയം അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാം. അതോടൊപ്പം നമ്മുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കൊരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് കാണിച്ചു തരാം. നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ടോട്ടൽ 8 സ്ട്രാറ്റജി, അതായത് നമ്മൾ ഇന്നൊന്നിലും തുടങ്ങിയ സോഫ്റ്റ്വെയർ അല്ല. 2009 വിൻട്രേഡർ ഫസ്റ്റ് വേർഷൻ റിലീസ് ചെയ്ത് തുടങ്ങിയുള്ള ഇപ്പോഴത്തെ വേർഷൻ വരെ നമുക്ക് ടോട്ടൽ 8 സ്ട്രാറ്റജി 2 സ്കാനർ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ചെക്ക് ചെയ്യേണ്ട വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ മൊമെൻ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 2 സിഗ്നലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി ഇപ്പം എന്ന് പറഞ്ഞാൽ 1.5 കഴിഞ്ഞ് വന്ന ബൈസിക്കിളാണിത്. ആ സമയത്ത് വന്ന ഡീറ്റെയിൽസിൻ്റെ എൻട്രിയും ടാർഗറ്റ്സും മുകളിലും താഴെയും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന റീ എൻട്രി, അതായത് 2:45 വന്ന റീ എൻട്രി ലെവലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 364 പോയിൻറ്റോളം നമുക്ക് ആക്ച്വലി പ്രോഫിറ്റ് എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും അപ് ട്രെൻഡിലേക്കാണ്. നമുക്ക് എടുത്തവർക്ക് എക്സിറ്റ് ചെയ്യാനുള്ളൊരു പൊസിഷൻ സോഫ്റ്റ്വെയർ ഇതുവരെ തന്നിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് വന്ന് സെല്ല് നോക്കുകയാണെങ്കിൽ സെല്ല് ആക്ച്വലി കൺഫേം ആയിട്ട് നമുക്ക് റിവേഴ്സ് പോയി. അപ്പം ഇതേപോലുള്ള സിഗ്നൽസ് ആക്ച്വലി സോഫ്റ്റ്വെയർ പറയുന്നത് സോഫ്റ്റ്വെയറിനകത്ത് ആക്ച്വലി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതായത് റിവേഴ്സ് പോകുമോ അതോ റിവേഴ്സ് പോകത്തില്ലയോ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് സിഗ്നൽസിൻ്റെ കൺഫർമേഷൻ നോക്കി നമുക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഓപ്പൺ ആയ ശേഷം രാവിലെ ഇന്നലെ വന്ന ബൈഡേൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മോർണിംഗിൽ പോയി. രാവിലെ ഒന്ന് സൈഡ് വേസ് കാണിച്ച് തിരിച്ച് അവിടെ ബ്രേക്കൗട്ട് പോയിട്ടുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്കിവിടെ ബ്രേക്ക് വെച്ച് നമുക്ക് ഇവിടുന്ന് ബ്രേക്കൗട്ട് പോയി റീ എൻട്രി ലെവൽ ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2ാമത്തെയും 3ാമത്തെയും കയ്യിൽ നമുക്ക് എടുക്കാമായിരുന്നു. അതില്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് നമുക്ക് മോർണിംഗിൽ എൻട്രി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് 44,009 നമ്മൾ എൻട്രി ചെയ്തത് 44,682 വരെ പോയിട്ടുണ്ട്. അത്രയും ഹൈക്ക് രാവിലെ തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് സെല്ല് അത്രയും അടിച്ചിറങ്ങുമായിരുന്നു. അപ്പോൾ ആ സെല്ല് സിഗ്നൽസ് വന്നതും ഇറക്കത്തിൽ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് ഹ്യൂജ് ഹൈക്ക് പോയിട്ടും സോഫ്റ്റ്വെയർ കൺഫേം തന്നില്ല. അത്രയ്ക്കൊരു ഹൈക്കാണ് ഡൗണിലേക്ക് പോയിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ആക്ച്വലി എൻട്രി ചെയ്യാനുള്ള പോർഷനിലേക്ക് സോഫ്റ്റ്വെയർ തന്നിട്ടില്ല. കൺഫേമും അല്ല, കൺഫേം വന്നത് ഇത്രയും ഒരു ഡൗണിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് വന്നത്. അവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെയാണ് നമുക്ക് ആക്ച്വലി സോഫ്റ്റ്വെയർ സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ ഈ കളർ ചേഞ്ച് തന്ന് നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ളൊരു സിമ്പലും നമുക്ക് സോഫ്റ്റ്വെയർ തന്നിരുന്നു. അതായത് സിഗ്നൽസ് വന്ന് ആക്ച്വലി 15 മിനിറ്റ്സിനുള്ളിൽ കൺഫർമേഷൻ വന്ന് ബ്രേക്കൗട്ടും പോകുന്ന സിഗ്നൽസൊക്കെ 3 ടാർഗറ്റ് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ബൈ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബൈ വന്ന ശേഷം നമ്മുടെ താഴെ ആക്ച്വലി സോൺ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷേ അവിടെ നിന്നൊരു ബ്ലൂ ക്യാൻഡിലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഗ്രീനിലേക്ക് ഇവിടുന്ന് കൺവേർട്ടായി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നേരെ കയറി. അപ്പോൾ അത് കാരണം അവിടെ നിന്നൊരു വിത്തിൻ ലേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കൺഫർമേഷൻ ബ്രേക്കൗട്ടും തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നല്ല രീതിയിൽ ബ്രേക്കൗട്ട് പോയി അപ്രോക്സിമേറ്റ് 357. ഇപ്പോൾ പ്രോഫിറ്റിൽ എത്തിയിരിക്കുന്നത് 357ഓളമാണ്. നല്ലൊരു ഹൈക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ ട്രേഡിംഗ് നമുക്ക് എടുക്കാൻ ആഗ്രഹം ഇൻ ദ മണിയിൽ, അറ്റ് ദ മണിയിൽ, ഔട്ട് ഓഫ് ദ മണിയിൽ ഏതിൽ വേണം എടുക്കാം. അപ്പോൾ 44,500 അല്ലെ 400, 300 എങ്ങനെ വേണം നമുക്ക് എടുത്ത് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് ഈ വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്താൽ മതി. അത് വ്യൂവിൽ പോവുക, സിമ്പിൾസിൽ പോവുക, നമുക്ക് ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് പോവുക.
ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസിലേക്ക് 44,500 ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 500 അല്ലെങ്കിൽ 600ൻ്റെ കോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 44,500 കോൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഡയറക്റ്റായിട്ട് നേരെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഏറ്റവും താഴെയാണ് വന്ന് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, ചാർട്ട് വിൻഡോ കൊടുക്കുക, 5 മിനിറ്റ് ടെംപ്ലേറ്റിന് 8.1 ഓപ്ഷൻസ് നമ്മളെപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ബൈ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. 1.40 വന്നു, അപ്പം 290 വന്നു, 3 ടാർഗറ്റ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയി നല്ല രീതിയിൽ പോയി 232 പോയിൻറ്റ്സോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3 ടാർഗറ്റ് മേടിച്ച് നല്ലൊരു പ്രോഫിറ്റ് ലെവലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചത്. നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഈ ഒരു സിഗ്നൽ വഴി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് വന്ന സെല്ല് നോക്കിയിട്ട് അവിടെ സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തന്നിട്ടില്ല. ആക്ച്വലി സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തരാതിരിക്കുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം അവിടെ സൈഡ് വേസ് കളർ ചേഞ്ച് കാണിച്ചു തരും. അതേപോലെ ബ്ലൂ കളർ, ഹോളോ ക്യാൻഡിൽസ്, ഇതേപോലെ എക്സ്ട്രാ കളേഴ്സ് കാണിച്ചിരിക്കുന്നതൊക്കെ സൈഡ് വേസ് ആണ്. സൈഡ് വേസ് മാർക്കറ്റാണ് കളർ ചേഞ്ച് കാണിക്കുന്നത്. ഓക്കെ, അപ്പം പക്ഷേ സോഫ്റ്റ്വെയറിൽ സെൽ സിക്കിൽ തന്നത് നമുക്ക് ആക്ച്വലി അവിടെ കൺഫേം ആയിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് റിവേഴ്സ് പോകുന്ന പോയിന്റ് നമുക്ക് കളർ ചേഞ്ചിലൂടെ തിരിച്ചറിയാനായിട്ട് വളരെയധികം സാധിക്കും. പക്ഷേ ഈ സെല്ല് നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്നല്ല, സെല്ല് നമുക്ക് ആക്ച്വലി സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വെച്ച് നമുക്ക് പിടിക്കാവുന്ന പോർഷൻ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സ്കാൽപ്പിങ്ങിൻ്റെ 1 മിനിറ്റ് സ്ട്രാറ്റജിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ലേറ്റസ്റ്റ് വന്ന ബൈയുടെ ഡീറ്റെയിൽസ് അതിപ്പോഴും കണ്ടിന്യൂ ആണ്. 400 പോയിൻറ്റോളം കയറിയിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന ബൈ നിങ്ങൾക്ക് നോക്കിയാൽ സെല്ല് നോക്കിയാൽ കാണാൻ സാധിക്കും. സെല്ല് ഇവിടെ വന്ന് സപ്പോർട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നല്ല രീതിയിൽ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ക്വിക്ക് ഡിസിഷൻ എടുത്ത് നമുക്ക് 1 മിനിറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എൻട്രിയും പെട്ടെന്ന് എക്സിറ്റ് കിട്ടുകയും ചെയ്യും. അതേപോലെ റിവേഴ്സ് മൂവ്, പക്ഷേ നമുക്ക് ആക്ച്വലി സിഗ്നൽസ് വന്ന് കൺഫേമായി ബ്രേക്ക് ഔട്ട് പോകുന്ന സിഗ്നൽസ് പിടിച്ചെടുക്കാനായിട്ട് നമുക്ക് വളരെ എളുപ്പമായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ആ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ഗൈഡ് ചെയ്ത് തരാം എന്നുള്ളത് നിങ്ങൾ കൂടുതൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കറക്റ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിന് വേണ്ടി കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.